പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട്. ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാസയുടെ പേരുകൾ പരിപാടി സംഘടിപ്പിച്ചു. കഥാകൃത്ത് വൈശാഖൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിടഞ്ഞു വീഴുന്ന കുരുന്നുകളുടെ ഓർമ്മകളായിരുന്നു ഷാദിയ ഷാജഹാൻ ആലപിച്ച ഗാസ തെരുവിലെ ചോരയിലെ ഓരോ വരികളും. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പിടഞ്ഞു വീണ കുരുന്നുകളുടെ പേരുകൾ വായിച്ചപ്പോൾ പാലക്കാടിന്റെ ഹൃദയത്തെയും പൊള്ളിച്ചു. പാലക്കാട്ടെ സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ഗാസയുടെ പേരുകൾ കഥാകൃത്ത് വൈശാഖൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മതരാഷ്ട്രവാദം തുടങ്ങിയ മനുഷ്യരാശിയുടെ ശത്രുതാപരമായ ആശയങ്ങളെ ആണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാലക്കാടുള്ള പ്രിയ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും പലസ്തീനിൽ ജീവൻ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ പേരുകളാണ് വായിക്കുന്നത്. ആ പേരുകൾ വായിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ ചെറിയ ഭൂഗോളമാണ്, പലസ്തീൻ അത്ര ദൂരമൊന്നുമല്ല, എപ്പോഴും ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ ആ പേരുകൾ വായിച്ചുകൊണ്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു കാലത്തും പരിഹാരമല്ല എന്ന് നമ്മുടെ ഇന്ത്യയിലെ മഹാഭാരതം എന്ന മഹാകാവ്യം തന്നെ തെളിവ് തരുന്നുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, സംഘാടക സമിതി ചെയർമാൻ ടി ആർ അജയൻ, ജനറൽ കൺവീനർ സി പി പ്രമോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെരീഫ് തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ചിത്രരചന, ചിത്രപ്രദർശനം, കവിത ചൊല്ലൽ, ദൃശ്യാവിഷ്കാരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.